So welcome back to our channel. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3 അഡ്രസ് കൊണ്ട ക്വാഡ്രബിൾ റെപ്രസെൻറ്റേഷൻ നോക്കിയായിരുന്നു. ഇനി നെക്സ്റ്റ് ഉള്ള ട്രിപ്പിൾ റെപ്രസെൻറ്റേഷൻ ആണ്. ട്രിപ്പിൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് മൂന്ന് ഫീൽഡ്സ് ആയിരിക്കും വരുന്നത്. ഓപ്പറേറ്റർ, ആർഗ്യുമെൻറ്റ് 1, ആർഗ്യുമെൻറ്റ് 2. റിസൾട്ട് എന്ന് പറഞ്ഞൊരു ഫീൽഡ് കാണത്തില്ല. ക്വാഡ്രബിൾ പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ 4 വന്നിട്ടുണ്ടായിരുന്നു. ഓപ്പറേറ്റർ, ആർഗ്യുമെൻറ്റ് 1, ആർഗ്യുമെൻറ്റ് 2, റിസൾട്ട്. സോ ട്രിപ്പിളിൽ 3 വരത്തുള്ളൂ. ലൊക്കേഷൻ സെപ്പറേറ്റ് ആണ്. ഓപ്പറേറ്റർ, ആർഗ്യുമെൻറ്റ് 1, ആർഗ്യുമെൻറ്റ് 2. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ്റെ സെയിം 3 അഡ്രസ് കോഡാണ് ഇവിടെ വീണ്ടും കൊടുത്തിട്ടുള്ളത്. ഈ സെയിം ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള ട്രിപ്പിളാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കി ഇത് എഴുതാൻ അറിയാമല്ലോ. 3 അഡ്രസ് കോഡ് എഴുതാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. എന്നിട്ട് നോക്കിയോ, നമുക്കിനി എങ്ങനെ ട്രിപ്പിളിൽ ഫില്ല് ചെയ്യണമെന്ന് നോക്കൂ. T1 = -C. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സ്പ്രഷൻ T1 = -C. ലൊക്കേഷൻ എവിടെ ഞാൻ സ്റ്റോർ ചെയ്യുന്നു? 0th ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നു. ഓപ്പറേറ്റർ എന്താണ് ഇവിടെ? മൈനസിന് നമ്മൾ എന്താ യൂണിനറി മൈനസ് ആണ്. സോ U- എന്ന് എഴുതുന്നു. ഇതിൽ ആർഗ്യുമെൻറ്റ് 1 ഉള്ളൂ. സോ C ആർഗ്യുമെൻറ്റ് 1. ആർഗ്യുമെൻറ്റ് 2 ഇല്ല. ഇവിടെ നമുക്ക് റിസൾട്ട് T1, റിസൾട്ട് എന്താ ഫീൽഡ് ഇല്ല. സോ റിസൾട്ട് നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നില്ല. സെക്കൻഡ് എക്സ്പ്രഷൻ നോക്കി, T2 = B * T1. അത് നമ്മൾ ഫസ്റ്റ് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നു. ഇവിടുത്തെ ഓപ്പറേറ്റർ എന്താണ്? സ്റ്റാർ ആണ്. ആർഗ്യുമെൻറ്റ് 1 എന്ന് പറയുന്നത് B ആണ്. ആർഗ്യുമെൻറ്റ് 2 എന്ന് പറയുന്നത് T1 ആണ് അല്ലേ. സോ ഇവിടെ നമ്മൾ ഈ T1, T2, T3 എന്ന് നമ്മൾ മെൻഷൻ ചെയ്യില്ല ട്രിപ്പിളിൽ. ഇപ്പോൾ ആർഗ്യുമെൻറ്റ് 2 T1 ആണെങ്കിലും നമ്മൾ T1 എന്ന് കൊടുക്കില്ല. T1 എവിടെയാണോ, T1 എന്ന് പറഞ്ഞാൽ എന്താണ്? -C ആണ്. അത് എവിടെയാണോ സ്റ്റോർ ചെയ്ത ആ ലൊക്കേഷൻ അഡ്രസ്സ് വേണം ഇവിടെ ആർഗ്യുമെൻറ്റ് 2 കൊടുക്കണം. അതായത് ഇപ്പോൾ T1 എവിടെയാണ് ലൊക്കേഷൻ? T1ൻ്റെ ലൊക്കേഷൻ 0 ആണ്. അപ്പോൾ ആർഗ്യുമെൻറ്റ് 2ൽ T1 പകരം എന്ത് കൊടുക്കുക? 0th ലൊക്കേഷൻ കൊടുക്കുക. മനസ്സിലായോ? ഇതാണ് ട്രിപ്പിളിൻ്റെ ഫോർമാറ്റ്. നെക്സ്റ്റ് എക്സ്പ്രഷൻ നോക്കി, T3 = -C. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് ലൊക്കേഷനിൽ നമ്മൾ അടുത്ത ഓപ്പറേറ്റർ എന്താണ്? U-. ആർഗ്യുമെൻറ്റ് 1 C ആണ്. ആർഗ്യുമെൻറ്റ് 2 ഇല്ല. ഓക്കെ, അത് ജസ്റ്റ് അസൈൻമെൻറ്റ് ആയതുകൊണ്ടാണ് ഇല്ലാത്ത. ആർഗ്യുമെൻറ്റ് 2 വരത്തില്ല. അടുത്ത T4 നോക്കിയേ. T4 = B * T3. നമ്മൾ മൂന്നാമത്തെ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നു. ഇവിടുത്തെ ഓപ്പറേറ്റർ എന്താണ്? സ്റ്റാർ ആണ്. ആർഗ്യുമെൻറ്റ് 1 എന്താണ്? B ആണ്. ആർഗ്യുമെൻറ്റ് 2 എന്ന് പറയുന്നത് T3 ആണ്. സോ ഇപ്പോൾ T3യുടെ ലൊക്കേഷൻ നോക്കുക. T3യുടെ ലൊക്കേഷൻ, T3 എന്ന് പറഞ്ഞാൽ -C. അതിൻ്റെ ലൊക്കേഷൻ അതാ 2. അപ്പോൾ ആർഗ്യുമെൻറ്റ് 2ൽ T3ക്ക് ഒരു എഴുതണം? രണ്ടാമത്തെ ലൊക്കേഷനാണെന്ന് എഴുതണം. ഓക്കെ അല്ലേ. നെക്സ്റ്റ് T4 കഴിഞ്ഞു. അടുത്ത് T5 = T2 + T4 എന്നാണ്. നാലാമത്തെ ലൊക്കേഷനിൽ ഇവിടുത്തെ ഓപ്പറേറ്റർ എന്താണ്? പ്ലസ് ആണ്. T2ൻ്റെ ലൊക്കേഷനും T4ൻ്റെ ലൊക്കേഷൻ വേണം ആർഗ്യുമെൻറ്റ് 1ൽ, ആർഗ്യുമെൻറ്റ് 2ൽ എഴുതണം. ആർഗ്യുമെൻറ്റ് 1ൽ സത്യം പറഞ്ഞാൽ T2 വേണം എഴുതാൻ, അല്ലേ? നമ്മൾ ക്വാഡ്രപ്പിൾ T2 ആണ് എഴുതിയത്. അപ്പോൾ ഇവിടെ T2ൻ്റെ ലൊക്കേഷൻ എന്താണ്? T2 എന്ന് പറയുന്നത് ഏതാണ്? B * T1. അതേതാണ്? ഒന്നാമത്തെ ലൊക്കേഷൻ. അപ്പോൾ 1. അടുത്ത് T4 എന്ന് പറഞ്ഞാൽ B * T3. മൂന്നാമത്തെ ലൊക്കേഷൻ. മനസ്സിലായോ? അപ്പോൾ ആർഗ്യുമെൻറ്റ് 1ൽ 1ഉം ആർഗ്യുമെൻറ്റ് 2ൽ 3 വേണം. അടുത്ത് A = T5. അഞ്ചാമത്തെ ലൊക്കേഷൻ A = T5 എന്നാണ്. ഇവിടുത്തെ ഓപ്പറേറ്റർ എന്താണ്? = ആണ്. ആർഗ്യുമെൻറ്റ് 1 എന്താണ്? ഇവിടുത്തെ ആർഗ്യുമെൻറ്റ് 1 എന്ന് പറയുന്നത് A ആയിരിക്കും. A ആണ് ഇവിടുത്തെ ആർഗ്യുമെൻറ്റ് 1. ആർഗ്യുമെൻറ്റ് 2 എന്ന് പറയുന്നത് T5യുടെ എന്താണ്? ലൊക്കേഷനാണ്. T5 എവിടെയാണുള്ളത്? T5 എന്ന് പറഞ്ഞാൽ എന്താണ്? T2 + T4 ആണ്. നാലാമത്തെ ലൊക്കേഷനാണ് ആർഗ്യുമെൻറ്റ് 4. മനസ്സിലായോ? ഇതാണ് ട്രിപ്പിൾ റെപ്രസെൻറ്റേഷൻ. ഓക്കെ അല്ലേ. സോ നമുക്ക് നെക്സ്റ്റ് ഇനി നോക്കാനുള്ള ഇൻഡയറക്റ്റ് ട്രിപ്പിളാണ്. അതായത് നമ്മുടെ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് 3 അഡ്രസ് സ്കോറയുടെ ഇൻഡയറക്റ്റ് ട്രിപ്പിൾ. ഇൻഡയറക്റ്റ് ട്രിപ്പിളിൻ്റെ പ്രത്യേകത, നമ്മളിപ്പോൾ ലൊക്കേഷൻ 0, 1, 2, 3, 4, 5 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ലൊക്കേഷൻസിനെ അതായത് ഈ ലൊക്കേഷൻസ് നമ്മൾ ട്രിപ്പിളിൽ ഇങ്ങനെയാണ് കൊടുത്ത ലൊക്കേഷൻ. ഇതിൻ്റെ നമ്പർ മാറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലൊക്കേഷൻ വേണം കൊടുക്കാൻ. മനസ്സിലായോ? അതായത് ഇതിൻ്റെ നമ്പർ ഡിഫറെൻ്റ് ആയിട്ട് വയ്ക്കുക. അതിപ്പോൾ 0 ആണെങ്കിൽ ഞാനിപ്പോൾ ഒരു 14, 15 മാറ്റി കൊടുക്കുക. ലൊക്കേഷൻ്റെ അഡ്രസ്സ് മാറ്റി കൊടുത്തു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഞാനിങ്ങനെ 0ക്ക് വരെ 14. അങ്ങനെയാണെങ്കിൽ എൻ്റെ നേരത്തെ ചെയ്ത ട്രിപ്പിളിൻ്റെ അതേ ഫീൽഡ്സ് തന്നെയാണ് ഓപ്പറേറ്റർ, ആർഗ്യുമെൻറ്റ് 1, ആർഗ്യുമെൻറ്റ് 2, ലൊക്കേഷൻ. അപ്പോൾ ഇനി ഇവിടെ നേരത്തെ ആ ഫിഗറിലുള്ള ലൊക്കേഷൻ ഉണ്ടല്ലോ, ഇവിടുത്തെ ലൊക്കേഷൻ ഇത് ചെയ്തില്ല. ഇത് സെയിം സാധനം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ എവിടെയൊക്കെ 0 ഉപയോഗിച്ചോ അവിടെയൊക്കെ നമ്മൾ ന്യൂ അസൈൻ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റായ 14, 15, 16 എന്നാണ് അഡ്രസ്സ് കൊടുക്കുക, ലൊക്കേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ലൊക്കേഷൻ 0ക്ക് വരെ ഇപ്പോൾ 14 കൊടുക്കുക.
സോ അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ 0 ആണ്. നമ്മൾ ട്രിപ്പിൾ 0 ആണെങ്കിൽ ഇൻഡയറക്റ്റ് വരുമ്പോൾ ലൊക്കേഷൻ 0നെ മാറ്റി 14 ആക്കി കൊടുക്കുക. ഓക്കെ, അതേപോലെ ഓപ്പറേറ്റർ ബാക്കിയെല്ലാം സെയിം ആണ്. യു മൈനസ് ആണെങ്കിൽ ഇവിടെയും യു മൈനസ് ആർഗ്യുമെൻറ്റ് സി. ഓക്കെ, ഇനി ലൊക്കേഷൻ, അടുത്ത ലൊക്കേഷൻ ട്രിപ്പിളിൽ 1 ആയിരുന്നു, നമ്മൾ 1നെ മാറ്റി 15 ആക്കി കൊടുത്തു. നിങ്ങൾ എന്താണോ മാറ്റുന്നത് അത് ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് കാണിക്കുക. അപ്പോൾ 0നെ 14 ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കാം, സ്റ്റേറ്റ്മെൻ്റ് ആക്കി ഇങ്ങനെ കാണിക്കാം, എന്നാലും നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേറ്റർ സ്റ്റാർ ആണ്. സോ സ്റ്റാർ തന്നെയായിട്ട് ഓപ്പറേറ്ററിൽ വരും. അതുപോലെ ആർഗ്യുമെൻറ്റ് 1 എന്ന് പറയുന്നത് ട്രിപ്പിളിൽ എന്താണോ കൊടുത്ത് അത് തന്നെ ആയിരിക്കും ഇൻഡയറക്റ്റ്. ബാക്കിയെല്ലാം സെയിം ആണ്, ജസ്റ്റ് ലൊക്കേഷൻ. ഇനി ഇവിടെ നോക്കിയോ, ഇവിടെ ട്രിപ്പിളിൽ സ്റ്റാർ ആർഗ്യുമെൻറ്റ് ബി ആണ്, ആർഗ്യുമെൻറ്റ് 2 വന്നിട്ട് 0 ആണ്. നമ്മൾ 0നെ മാറ്റി 14 ആക്കി. അപ്പോൾ അതേപോലെ തന്നെ ഇവിടുത്തെ ആർഗ്യുമെൻറ്റിലും എന്താക്കുക, 14 എന്ന് പറഞ്ഞ് ലൊക്കേഷൻ കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് 14 ലൊക്കേഷൻ എന്താണ്, 16 ആണ്. അടുത്ത് വരുന്ന യു മൈനസ് ആണ്, അടുത്ത് സി, അടുത്ത് ഇതേപോലെ 17 സ്റ്റാർ ആണ്, ബി ആർഗ്യുമെൻറ്റ് 2 വരുമ്പോൾ ഇവിടെ 2 ആണ്. 2നെ നമ്മൾ എന്താക്കി 16 ആക്കി. അപ്പോൾ ഇവിടെ എന്ത് വരും, 16. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഇനി അടുത്ത് 18, ഫോർത്ത് ലൊക്കേഷൻ 18 ആണ്. പ്ലസ് ആർഗ്യുമെൻറ്റ് ഇവിടെ പ്ലസ് ചെയ്യുന്ന ഇവിടെ 1ഉം 3 ആണ്. 1ന് കറസ്പോണ്ടിങ് നമ്മൾ 15 ആക്കി. സോ 1ൻ്റെ അവിടെ ആർഗ്യുമെൻറ്റ് 1ൽ അവിടെ 15, 3യുടെ അവിടെ 70. ഓക്കെ, നെക്സ്റ്റിന് ലാസ്റ്റ് വൺ 5നെ നമ്മൾ കറസ്പോണ്ടിങ് ലൊക്കേഷനായിട്ട് 19 ആണ് അസൈൻ ചെയ്തത്. സോ 19 കൊടുക്കും. അതേപോലെ തന്നെ ഓപ്പറേറ്ററിൽ അവിടെ ഈക്വൽ ടു, സോ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അതുപോലെ എ സെയിം തന്നെ ട്രിപ്പിളിൽ കൊടുത്തതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ട്രിപ്പിളിലും കൊടുക്കും. 4 എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഇവിടെ കറസ്പോണ്ടിങ് കൊടുക്കുന്ന 18 ആണ്. സോ 18 എന്ന് പറഞ്ഞ് വേണം ആർഗ്യുമെൻറ്റ് 2 ആയിട്ട് കൊടുക്കുക. സോ ഇവിടുത്തെ ലൊക്കേഷൻ വന്നിട്ട് 18 ആണ്. ഓക്കെ, സോ ഇതാണ് ഇൻഡയറക്റ്റ് ട്രിപ്പിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് 3 അഡ്രസ് കോഡ്. സോ നമുക്ക് ടോട്ടലി 3 ഇംപ്ലിമെൻറ്റേഷനാണ് 3 അഡ്രസ് കോഡിലുള്ളത്. ട്രിപ്പിൾ, ഇൻഡയറക്റ്റ് ട്രിപ്പിൾ, ക്വാഡ്രിപ്പിൾ, ഇത് 3ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ.